ഹലോ മാം, ഒരു സോമൻ. പൊടിയാടി സോമൻ എന്ന് പറ, ആരത്തിനറിയാം? ആ പൊടിയാടി സോമൻ. പിന്നെ ഷമീം സാർ എന്ന് പറ. പിന്നെ വൺ മിസ്റ്റർ ഷമീം. ഓക്കെ മാം. സോമ, അത് പൊന്നു സച്ചായനും സോണി വടയാറ്റിലും കൂടി സംസാരിച്ചു വെച്ചിരുന്നത് 10 കോടിക്കായിരുന്നു. ആ നിലയ്ക്ക് മറ്റൊരാൾക്ക് വേണ്ടി ആലോചിക്കുമ്പോ അതിൽ കൂടിയ വില പറയേണ്ടി വരുമല്ലോ. അല്ല മാഡം, അന്ന് സോണി വടയാറ്റിലോട്ട് കച്ചവടം ഉറപ്പിക്കാതെ തെറ്റിപ്പിരിഞ്ഞു പോയിന്ന ഷമീം സാറൊക്കെ പറഞ്ഞു കേട്ടത്. അല്ല, ഷമീം സാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അച്ചായ മരിച്ചു 2 ആഴ്ച കഴിഞ്ഞ് സോണി എന്നെ വന്ന് കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ വിലയിലൊരു ധാരണയുമായി. ഹലോ, ഓക്കെ ഞാൻ ഇറങ്ങുക. സോറി സോമ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം. ഒന്ന് വിളിച്ച് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിട്ടായാൽ സൗകര്യമായി. സോറി. ഷമീം സാറേ, കാര്യം ഈസിയായിട്ട് നടക്കുന്ന ഞാൻ വിചാരിച്ചു. ഇതിപ്പോ MLA രാജത്തിന് ഞാൻ കൊടുത്ത പൈസ പെണ്ണുമ്പള ജാമ്യത്തിറക്ക സ്റ്റേഷനിൽ കയറിയത് വെറുതെ ആയിന്നാ തോന്നുന്നേ. കച്ചവടത്തിന്റെ കാര്യം വന്നപ്പോ പെണ്ണുമ്പിള്ള ആലുവ ശിവരാത്രി കണ്ട പരിചയമില്ല. അതൊരു ക്യാരക്ടർ എങ്ങനെയാ സോമ? അല്ല, അതാണ് അതിന്റെ ശരി. കച്ചവടം വേറെ, പരിചയം വേറെ. രാജപ്പന്റെ പൈസ ഞാൻ തന്നേക്കാം. അയ്യേ സാറേ, ഞാൻ പൈസക്ക് വേണ്ടിട്ടൊന്നുമല്ല. പിന്നെ കച്ചവടം അതങ്ങ് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണേ. ഇപ്പൊ തന്നെ വരാം മാഡം. ഈ ഷമീം സാറ് കോഴിക്കോട്ടൊരു വൻ സെറ്റപ്പാ. കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേര് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയാ. പൊന്നു സാർ അതിന്റെ പേരില്ല സോണി വടയാറ്റിന് കൊടുക്കാതെ പുള്ളിക്കാരൻ കൊടുക്കാൻ തീരുമാനിച്ചത്. നടന്നിരുന്നേ പിന്നീടായാലും നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടാ. ഓക്കെ സോമ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അത് മതി. ഹലോ മാഡം, ഞാൻ പൊടിയാടി സോമനാന്നേ. പറയൂ സോമൻ. മാഡം, ഷമീം സാറ് പറയുന്നത് ആര് പറയുന്നതിലും 50 ലക്ഷം രൂപ കൂട്ടിത്തരാന്നോ? പിന്നെ അത് മാത്രമല്ല മാഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ കോഴിക്കോടുള്ള വൻ സെറ്റപ്പാ. സോമ, പിന്നെ മാഡം, എന്റെ അവസ്ഥ മാഡത്തിന് അറിയാലോ. കഴിഞ്ഞ മാസം 1-2 കച്ചവടം നടക്കേണ്ടതാ. അപ്പൊ ഷമീം സാറാ പറഞ്ഞേ മാഡത്തിന്റെ കൂടെ ഇടുന്ന പൊല്ലാപ്പം കേസ് ഒന്ന് തീർക്കാൻ. അറിയാലോ, 3 പെൺകുട്ടികളാ എനിക്ക്. സോമൻ, നമസ്കാരം. ആരാ? എവിടുന്നാ? പൊടിയാടി സോമനായിരുന്നേ. മാഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആരാ ഈ ഷമീം സാറ്? കേറി ചെല്ലാൻ പറഞ്ഞു. ഷമീം സാർ മാത്രം ചെന്നാ മതിയെന്നാ മാഡം പറഞ്ഞത്. എന്റെ ചക്കുള തമ്മേ, ഞാൻ എന്തായി കേക്കണത്? സാറിന് ജാതീയ വിശ്വാസം ഉണ്ടോ? ശുക്രനാ, ശുക്രൻ. ചെല്ല് നോക്കിയും കണ്ട് നിന്നാലേ മൊത്തമായിട്ട് ഇങ്ങ് പോരും. ഈ പൊടിയാടി സോമനെ മറക്കല്ലേ. ഷമീം, 9 വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. മസ്കറ്റിൽ വെച്ചായിരുന്നു. നഴ്സിംഗ് പൂർത്തിയായി ജോലി കിട്ടി മസ്കറ്റിൽ ചെന്നതിന്റെ പിറ്റേന്നാ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. എന്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട്. ഞങ്ങൾ 5 പെൺകുട്ടികളാ. എനിക്ക് താഴത്തുള്ളതുങ്ങളെ പുള്ളിക്കാരൻ പഠിപ്പിച്ച് കരകയറ്റി.
പുള്ളിക്കാരൻ എനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല. He was really a great friend of mine. Sorry. പൊന്നു സച്ചാനെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഞാനന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷേ അവരന്ന് അതിന് പകരം എന്നെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഷമീമിനെ അറിയാമോ? ജ്യോതിലാൽ കുഴപ്പക്കാരനാ മാഡം, ക്രിമിനൽ. 3 മർഡർ കേസിലെ പ്രതിയാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിവനോടൊരു കടമുണ്ട്, അത് വീട്ടണം. അതിനൊരു ഹെൽപ്പിനായിട്ടാ ഞാൻ ഷമീമിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പൊന്നു സച്ചായിനെ കൊന്നത് ഇവനാണ്. അതെന്തിനായിരിക്കും? വെറുതെ ഇടങ്ങേറിച്ചെന്ന് ചാണ്ട വെച്ചാൽ ഞാൻ പറയായിരുന്നു പോലീസിനോട് നിങ്ങളോടും. പൊന്നു സാറ് മരിക്കുന്നതിൻ്റെ തലേന്ന് ഈ സോണി വടയാട്ടിലുമായിട്ടൊരു കച്ചറ ഉണ്ടായിരുന്നു ഹോട്ടൽ സാജിൽ വെച്ചിട്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച പുരയുടെ കച്ചവടത്തിൻ്റെ പേരില്ല. ഇവനാണ് പൊന്നു സാറെ കൊന്നെങ്കിൽ അത് സോണി വടയാട്ടിന് വേണ്ടിയിട്ടാ, ഡെഫിനിറ്റാ. അവരത്ര വലിയ ചങ്ങായിമാരാ മാഡം. ഈ സോണിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും ഇവന് മടിയില്ല. ഈ 3 മർഡർ കേസ് എന്ന് പറഞ്ഞത് സോണിക്ക് വേണ്ടി ചെയ്തതാ. സ്റ്റേറ്റ്സിലോ ദുബായിലോ ആയിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോനെ ആളുണ്ടായിരുന്നു. ഹിജാന്റെ ഫ്രണ്ട്സ് തന്നെ. സോണി വടയാറ്റിലിനെ എനിക്ക് കൊല്ലണം. അതിന് ഷമീം എൻ്റെ ഒപ്പം വേണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ഷമീമിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ട. ഈ പറഞ്ഞ ജ്യോതിലാലിനെ പോലെ മറ്റൊരു ജ്യോതിലാൽ. ഷമീം എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? எப்படி இருக்க? நல்லா இருக்க வேணே. ஓகே, நாளைக்கு இதெல்லாம் நம்ம ஏரியா தான். ஏய், எப்படி இருக்கடா? நல்லா இருக்கேன்பா. இறங்கு கிட்ட பரிமளா. பரிமளா, என்னாச்சு? என் கண்ணு, என் ராசா, என் தங்கம். இப்போது தோணுச்சே உங்களுக்கு? இரு ஆர்த்தி எடுக்கடி. காலங்காத்தால தண்ணி எடுத்து ஏந்திரியா. மருந்துக்கும் வேலும் கல்யாணம் பண்ணிட்டு வந்திருக்காங்க. போங்க பாருங்க. சூப்பருங்கண்ணா. என்ன? வாங்க ஒண்ணா நில்லுங்க. என்னக்கா? என்னம்மா? கல்யாணம் செஞ்சு முதல்ல வரீங்க. சின்ன பசங்க உங்களுக்கு ஒண்ணும் தெரியாது. நில்லுங்க. கல்யாணமா? யார் கல்யாணம்? இவ கல்யாணம் 5 வருஷம் முன்னாடி முடிஞ்சிருச்சு. அதுக்கு போய் நீங்க இப்போ பூஜை பண்றீங்க? இங்க போய் அதெல்லாம் அங்க வச்சு அந்த பொட்டி கட்டி எல்லாம் துள்ள வைடா. ஏய், என்ன பாத்துட்டு இருக்கீங்க? வீட்டுக்கு போங்க எல்லாரும். என்ன பாக்குற? போய் கல்யாணம் ஆகலையா? ஏய், உனக்கெல்லாம் பைத்தியமா பிடிச்சிருக்கு? தியேட்டர்ல பார்த்து தேவடியா பசங்க மறுபடியும் வந்து சண்டை போடுவோம்னு சொல்லி அழுதுட்டு இருந்தான். நான் தான் நம்ம காலனில இடம் இருக்கு அங்க தங்கலாம்னு சொல்லி கூட்டிட்டு வந்தேன். அதுக்கு போய் நீ வேற. அதான் எனக்கு தெரியுமே. என்ன? நீங்க என்ன விட்டு வேற யாரையும் கல்யாணம் பண்ண மாட்டீங்கன்னு. ஐயா, சின்ன புள்ளத்தனமா இருக்கியே. ஏய், வா. போடா.